ഹായ്, എല്ലാവർക്കും ബ്യൂട്ടി ഓഫ് പെറ്റൽസിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഷീജയാണേ. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഇപ്പം തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട മാസങ്ങളാണ് ഇപ്പം വരാൻ പോകുന്നത്. അതായത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സമയങ്ങളാണ്. ഇവിടെ ഇപ്പം കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം താമസിച്ചു പോയെങ്കിലും ചെടികളൊക്കെ പന്തലിലെത്തിയിട്ടുണ്ട്. സാധാരണയായിട്ട് ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. ഇന്ന് ഞാൻ അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെടികൾക്ക് വലിയ ആരോഗ്യമില്ല. കാരണം ഞാൻ താമസിച്ചാണ് കൃഷി തുടങ്ങിയത്. അപ്പോൾ അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കൊടുക്കാറുണ്ട്. അതെന്താണെന്നാണ് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇത് ഞാൻ എൻ്റെ അഗസ്ത്യചീരയാണ് കേട്ടോ. നിറയെ പൂവൊക്കെ ആയിട്ടുണ്ട്. കുറേ പേര് എൻ്റെ വിത്ത് ചോദിച്ചതുകൊണ്ട് ഞാനിത് പൂ പറിക്കാതെ ഇട്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ വിത്ത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വിത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് നാട്ടിൽ പോകേണ്ട വന്നു. അങ്ങനെ ഉണ്ടായിരുന്ന വിത്തൊക്കെ അങ്ങ് പൊട്ടിപ്പോയിട്ട് എനിക്ക് ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പൂ പറിക്കാതെ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ വിത്തുകളാണ് ഈ കാണുന്നത്, കണ്ടോ, പയറ് പോലെ തൂങ്ങിക്കിടക്കുന്നത്. നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അയൺ കണ്ടൻ്റ് ഉണ്ട്. നമ്മൾ അനീമിക്കായിട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൂവാണിത്. ഇതിൻ്റെ പൂവും ഇലയും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണെങ്കിലും ഇപ്പോൾ തോരനായിട്ടാണെങ്കിലും കറിയായിട്ടാണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. ഇത് ഈ പൂ കാണിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളോടിത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ആ സാധനം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് കഞ്ഞിവെള്ളത്തിനകത്തുള്ള വേപ്പിപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടി ഇട്ട് വെച്ചതാണ്. അതിന് സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശർക്കര ഉപയോഗിക്കാറുണ്ട്. കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം 3-4 ദിവസമായി ഇത് കഞ്ഞിവെള്ളത്തിനകത്തിൽ ഇട്ട് വെച്ച് നമ്മൾ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഇത്രയും ഏകദേശം 1 ലിറ്റർ കാണും. ഇതിൻ്റെ ഒരു 5 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ 1 ലിറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ 5 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എത്രയും ലൂസാക്കാമോ അത്രയും ലൂസാക്കി തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ചില സമയത്ത് ചെടികൾക്ക് ആരോഗ്യം കുറവുണ്ട് എങ്കിൽ ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പം ചെടി വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിച്ചു വെച്ചതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഞെരിടണം. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന് വേപ്പിൻപിണ്ണാക്കൊക്കെ കട്ട പിടിച്ച് പുതിയതായിരുന്നു. നേരത്തെ കൊണ്ടുവന്നെല്ലാം പൊടിയായിരുന്നു. ഇപ്രാവശ്യം കൊണ്ടുവന്നെല്ലാം കട്ടയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, വേപ്പിൻപിണ്ണാക്കിൻ്റെ ഭാഗങ്ങളാണിത്. നമ്മളിങ്ങനെ ഒരു സൈഡ് മാത്രമായിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അത് 2 സൈഡും ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വൈറസ് ചത്തുപോകത്തൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ രീതി എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നത്. 5 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാം കേട്ടോ. ഞാൻ ചില സമയത്തൊക്കെ തേങ്ങാപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. തേങ്ങാപ്പിണ്ണാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് കൂടുതൽ വരും. അതുകൊണ്ട് എപ്പോഴും തേങ്ങാപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് നമ്മൾ ശർക്കര ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പുളിച്ച മണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് മിക്സ് ചെയ്ത് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ബക്കറ്റിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തൊരു 5 ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത്. പക്ഷേ ഈ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കും. കാരണം ചെടികൾക്ക് ഒരു വാട്ടരോഗമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചില സമയത്ത് ചെടി ഹെൽത്തി അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത് വിരുദ്ധ സ്വഭാവം കാണിക്കും. അതുകൊണ്ട് നമ്മളിത് 5 ലിറ്റർ വെള്ളം എന്നുള്ളത് ഞാൻ ഈ ബക്കറ്റ് നിറയെ കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞൊരു ബക്കറ്റ് നിറയെ എടുത്തത് എൻ്റെ ചെടികൾക്ക് അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു 5 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചെടികൾക്ക് അനുസരിച്ച് മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ ഓരോ പിടി വീതമാണ് ഇടുന്നത്. കഞ്ഞിവെള്ളം ഉള്ളതിൻ്റെ അനുസരിച്ച് അതിൻ്റെ അനുസരിച്ച് അളവ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഇതാണ് ചെടികൾ കേട്ടോ. ഇത് വെണ്ടയാണ്. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ഞാനിത് എത്രയാകും എന്നറിയാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. പറിക്കാറായതാണ്, പക്ഷേ ഞാനത് എത്രയും വലിപ്പം വരും എന്നറിയാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് നോർമൽ വെണ്ടയാണ് കേട്ടോ. ചീര, ഈ ചീര ഞാൻ കുറച്ച് പറിച്ചായിരുന്നു. ഇത് നമ്മുടെ പയറാണ് കേട്ടോ. പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് വെണ്ട ചുമ്മാ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഇനി ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. കണ്ടോ, പാവയ്ക്ക പറിക്കാറായി കിടക്കുകയാണ്. ഈ പാവയ്ക്കയും പറിക്കാറായതാണ് കേട്ടോ.
പാവയ്ക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലായിട്ടാണ് ഞാനിങ്ങനെ പയർ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലായി തുടങ്ങിയിട്ടില്ല. പടവലങ്ങ ഉണ്ടായി തുടങ്ങി. ഇത് വഴുതനയാണ് കേട്ടോ. ഇത് തക്കാളിയാണ്. ഇത് പ്രാവശ്യം ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ തക്കാളിക്ക. നേരത്തെ അത്രയും സ്ഥല സൗകര്യമില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ റൂം ഷിഫ്റ്റിംഗ് ആണെന്ന്. അതുകൊണ്ട് ഇവിടെ വലിയ സ്ഥലമില്ല. അതുകൊണ്ട് കൃഷി പ്രാവശ്യം കുറവാണ്. ഇത് പീച്ചിലാണ് കേട്ടോ. ഇത് നമ്മുടെ ഇത് ചൊരക്കയാണ്, സോറി കേട്ടോ. ഇത് പീച്ചില. ഇത് നമ്മുടെ കുമ്പളമാണ്. ഇത് കണ്ടോ, ഈ തക്കാളി സ്പെഷ്യൽ തക്കാളിയാണ്, യെല്ലോ ആണ്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ബെറി തക്കാളിയും പിന്നെ ഒരു യെല്ലോ കളറൊക്കെ, അതിൻ്റെ തൈയാണ് കേട്ടോ. അപ്പം നമുക്ക് ആ പുളിപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം തണുപ്പായതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ എല്ലാത്തിനും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വയലറ്റ് കളറിലെ വട്ടത്തിലുള്ള വലിയ വഴുതനങ്ങയാണ് കേട്ടോ. ഇതും അത് തന്നെയാണ്. ഇതെന്ത് ചെടിയാണെന്ന് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് നമ്മുടെ അമരപ്പയറാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പിടിച്ചു വരുന്നതേ ഉള്ളൂ. വലിയ ഉഷാറായിട്ട് അങ്ങോട്ട് കയറി വന്നില്ല, കാരണം ഞാൻ താമസിച്ചല്ലേ കൃഷി ചെയ്തത്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഓക്കെ ആയിക്കോളും. ഇത് നമ്മുടെ പച്ചമുളകാണേ. ഇത് വല്ലാണ്ട് മുരടിച്ച് പോയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മരുന്നൊക്കെ അടിച്ച് ശരിയാക്കിയതാണ്. ഇവിടെ മരുന്നുകളൊന്നും മേടിക്കാൻ കിട്ടത്തില്ലേ, നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്യുന്ന കൃഷിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത്. ഇതിപ്പം പൂവൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാനിനിയും പുറകാലെ ഇടാം, എന്താണ് ചെയ്തതെന്നുള്ളത്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണൂടെ ഒന്ന് എനേബിൾ ചെയ്യണം, എന്നാലേ ഞാനിടുന്ന അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്